ഉദ്യോഗം ഭരിച്ച് നാട്ടുകാരെ മുഴുവനും ശത്രുക്കളാക്കി മാറ്റരുത്. മമ്മി, ചാർജ് എടുത്ത ഉടനെ എല്ലാവരെയും ഒന്ന് വരട്ടണം. എന്നാലേ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വെയിറ്റ് ഉണ്ടാവും. പിന്നെ സാർ ഇന്ന് റോഡ് സൈഡിലിരുന്ന് പൂവാലന്മാരെയൊക്കെ വരട്ടേന്ന് കേട്ട്. അപ്പോഴേ സാറേ, ഈ കോളേജ് പിള്ളേരോട് കളിക്കുന്ന മാത്രം സൂക്ഷിച്ചു വേണം. ഞാനും കോളേജിലേക്ക് പുസ്തകമായിട്ട് കുറെ നാൾ കറങ്ങി നടന്നതാ. കോളേജ് പഠിക്കാൻ വരുന്നവർ പഠിക്കണം, അല്ലാതെ വായി നോക്കി നടക്കരുത് നിന്നെ പോലെ. എന്തോ ഈ പറയുന്ന ആള്? ഓ മമ്മി നിൽക്കുന്നല്ല, ഞാൻ പറഞ്ഞു തന്നെ. ചുമ്മാ ഇരിക്കും പിള്ളേരെ. ഈ പോലീസ് കുപ്പായ കേട്ടിട്ടും നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. എങ്ങനെ മാറ്റം ഉണ്ടാവാനാ? കുറുക്കനെ ചായ മുക്കിയാലും കുറുക്കൻ തന്നെയാ. മര്യാദക്ക് സംസാരത്തില്ലെങ്കിൽ നിന്നെ ഞാൻ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യും. ബൾക്കൂസ്. എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? ഹോട്ടൽ റെയ്ഡ് നടത്തിയ കാര്യം പറയായിരുന്നു ഡാഡി. അതെന്താ ഇത്ര ചർച്ച ചെയ്യാൻ? അത്ര ഗൗരവമുള്ള കാര്യമാണ്. റെയ്ഡ് ചെയ്തിട്ട് ആരെല്ലാം ഉണ്ടായിരുന്നു? അതൊന്നും പുറത്ത് പറയാൻ കൊള്ളില്ല ഡാഡി. ക്യാബറേ നടത്തിയ മുതല് ഇവിടത്തെ VIP വരെ ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്തു? അവരെ ജാമ്യത്തിലെടുക്കാൻ പുറത്ത് മാന്യന്മാര് കാറുമായിട്ട് കാത്തു നിൽക്കല്ലേ. ആരും കൊണ്ടുപോകാല്ലാത്ത കുറെ സ്ത്രീകൾ സ്റ്റേഷനിലുണ്ട്. പട്ടിണി മാറ്റാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതെ ഒരു തെറ്റ് ചെയ്തു പോകുന്ന ആരോരുമില്ലാത്ത പെണ്ണ് മാത്രം ശിക്ഷിക്കപ്പെടുന്നു. രണ്ടുപേരും കൂടി തെറ്റ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം ശിക്ഷിക്കപ്പെടുന്നത് ക്രൂരമല്ലേ? പുരുഷനായാലും സ്ത്രീ ആയാലും ഞങ്ങൾക്ക് വ്യത്യാസമില്ല. കുറ്റം ചെയ്തവരാരായാലും ശരി ഞങ്ങൾ കേസെടുക്കും. കുറ്റം ചെയ്തവർ പണക്കാരും സ്വാധീനമുള്ളവരുമാണെങ്കിൽ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നവരെല്ലാം കുറ്റം ചെയ്തവരാണ്. കുറ്റവാളികളായ എത്രയോ പേർ രക്ഷപ്പെടുന്നു. അപ്പോ എല്ലായിടത്തും ഇതിന്റെ സ്വഭാവം ഒന്ന് തന്നെയാണ്. ആയിരിക്കാം. പോലീസ് ഹാജരാക്കുന്നവരുടെ പേരിലല്ലേ കോടതിക്ക് തെളിവെടുക്കാൻ കഴിയൂ? ആര് നോക്കിക്കോളൂ, ഇവിടെ ഒരു മാറ്റം ഞാനുണ്ടാകും. ഈ വികാരമായി നിന്നെപ്പോലെ എത്രയോ ചെറുപ്പക്കാർ ഉദ്യോഗത്തിൽ വന്നിരിക്കുന്നു. അവരെല്ലാം കുറെ കഴിയുമ്പോ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു ഭാഗമായി മാറും. കണ്ടോളൂ. കാണാം. അമ്മ മകന്റെ പ്രഖ്യാപനങ്ങൾ കേട്ടല്ലോ. നിങ്ങളുടെയൊക്കെ പ്രഖ്യാപനങ്ങളും പോർവിളികളും കാണാനും കേൾക്കാനും ഞാനൊരു തന്നെ ഉള്ളൂ. യോറാണ്, ഇനി ബാക്കി വാഗ്വാദം ഡൈനിങ് ടേബിൾ വെച്ച് തുടങ്ങുന്നതാണ്. ഞാനൊന്ന്